നവകേരള സദസ്സിന് വേണ്ടി കൂറ്റൻ പന്തലിട്ട് ജയ്ഹിന്ദ് മൈതാനം കുളമാക്കിയതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാറക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നീതി പാലിക്കുക, ജയ്ഹിന്ദ് മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കുക, അത്തിമരത്തിലെ നത്തിയെ പോലെ കുത്തിയിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ്. നിങ്ങൾക്കെതിരാണ് ഈ സമരം മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിറ്റോ ആന്റണി പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി നമ്മുടെ ഈ നാട്ടിലേക്ക് കടന്നു വരികയും നമ്മുടെ ജയ്ഹിന്ദ് മൈതാനം അടുകൂറ്റൻ വലിയ ഒരു പന്തല് സമുച്ചയം ഇവിടെ പണിയുകയുണ്ടായി. നവകേരള സദസ്സ് കഴിഞ്ഞു, കുറേ പാർട്ടിക്കാരൊക്കെ പങ്കെടുത്തു. ഇന്നിപ്പോ ആ ജയ്ഹിന്ദ് മൈതാനത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇന്നിപ്പോ ചെളിക്കുണ്ടായി മാറിയിരിക്കുകയാണ്. ജയ്ഹിന്ദ് മൈതാനം നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ വൈപ്പിങ്കരയെ സംബന്ധിച്ച് അനേകം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെ നടന്നിട്ടുള്ള ഒരു മൈതാനമാണ്. അനേകായിരം കായികമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജനനം കൊടുത്ത ഒരു മണ്ണാണ് ജയ്ഹിന്ദ് മൈതാനം. ഇവർ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഗോൾ പോസ്റ്റൊക്കെ എടുത്തു മാറ്റി അവിടെ ക്രിക്കറ്റ് പരിശീലനം തൊട്ടു സൈഡിൽ വൈപ്പിൻ ക്രിക്കറ്റ് അക്കാഡമിയുടെ നേതൃത്വം നടക്കുന്നുണ്ട്. അതും എല്ലാം അഴിച്ചു മാറ്റി അങ്ങനെ ഇപ്പോൾ ഒരു അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ സമരമുണ്ടായി. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഡിവൈഎഫ്ഐക്കാർ അവര് നമ്മുടെ ഇവിടെ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇവിടുത്തെ ഈ കാണയിൽ നിന്ന് കോരിയ മണ്ണ് കൊണ്ടെന്ന് അവിടെ കൊണ്ടേ കുഴികൾ മൂടിയിരിക്കുന്നു. അതിപ്പോൾ 1-2 ദിവസമായി മഴയാണ്. അവിടെ മെറ്റൽ വേസ്റ്റുകളുണ്ട്, കല്ലുകളൊക്കെ പൊങ്ങിക്കിടക്കുകയാണ്, വാർക്ക കഷ്ണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി ആ ഗ്രൗണ്ട് അലങ്കോലമായിരിക്കുന്നൊരവസ്ഥ. അവിടെ ആരെങ്കിലും വല്ല ഫുട്ബോളോ മറ്റോ കളിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നാൽ വീണ് വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഇന്നവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പ്രതിഷേധ സമരവുമായി വന്നിട്ടുള്ളത്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ സൂചനാ സമരമാണ്. ഇതിൽ നിന്നും നിങ്ങൾ നടപടിയെടുത്തില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി പാർട്ടിയും യൂത്ത് കോൺഗ്രസും മറ്റ് പോഷക സംഘടനകളുമായി ഈ പഞ്ചായത്തിന്റെ ഈ തെരുവീതിയിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു. സ്ഥലം MLA 2 വർഷം മുന്നേ മൈതാനം നവീകരിക്കുമെന്ന് പറഞ്ഞ് കോടികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ യാതൊരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ലെന്ന് ടിറ്റോ ആന്റണി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം മുൻപാണ് ഇവിടുത്തെ സ്ഥലം MLA ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ ജയ്ഹിന്ദ് മൈതാനം ഒരു ഹൈടെക് മൈതാനമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1-2 കോടിയൊക്കെ പ്രഖ്യാപിച്ചത് നമ്മളെല്ലാവരും പത്രങ്ങളിലൂടെ എല്ലാം കണ്ടതാണ്. അവിടെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നു. പക്ഷേ പിന്നീട് ഒരു നവീകരണവും ആ മൈതാനത്ത് കണ്ടില്ല. കാട് പിടിച്ചു കിടന്നു. അവിടെ പിന്നെ പശുക്കളും മറ്റും ഒക്കെയായി ആകെ അലങ്കോലപ്പെട്ടിരുന്ന ഒരു മൈതാനം. ആ മൈതാനത്ത് ആണ് കഴിഞ്ഞ ദിവസം നവകേരള സദസ്സ് നടത്തി പന്തലിടുകയും ഇന്നിപ്പോ ആ മൈതാനത്ത് വിത്തിട്ടാൽ അത് മുളയ്ക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിശാഖ് അശ്വിൻ, വൈസ് പ്രസിഡന്റ് നിതിൻ ബാബു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP ലാലു, ബ്ലോക്ക് ഭാരവാഹികളായ KC ആംബ്രോസ്, ET ചാമ്പച്ചൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ KS ശ്രീയേഷ്, സണ്ണി സോണി, ആഷ്ലിൻ പോൾ, അരുൺ ജീവൻ, AS വിനീഷ്, അംബ്രോസ് റെക്സൺ, അനൂപ് ശശി, SR അരുൺ, VL രാജീവ്, പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതി ഉണ്ണികൃഷ്ണൻ, പ്രഷീല സാബു, ആശ ടോണി തുടങ്ങിയവർ പ്രസംഗിച്ചു.